കുറച്ച് ചൂര മീൻ കിട്ടിയപ്പോൾ ഞാനത് ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഞാനങ്ങനെ ഉറവിലാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ പങ്കെടുത്തതാണിത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാനാണ്. അപ്പോൾ അതിൽ ചേർത്തത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടി ചതച്ച് നന്നായി അരച്ചെടുത്തത് കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇന്നിപ്പോൾ ഞാൻ അതെടുത്തിട്ട് വറുക്കാൻ പോവാണ്. ഇങ്ങനെ തലേദിവസം ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വറുത്ത മീനൊക്കെ. അതിൽ ഉപ്പ്, മുളക്, അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും പിടിച്ചിട്ട് വറുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇന്നലെ ആക്കി വെച്ചതാണ്. ഇന്നെടുത്തിട്ട് ഞാനങ്ങനെ ചെയ്യാം. അപ്പോൾ ചൂരയൊക്കെ വലിയ മീനാണ്. അപ്പോൾ അത് ഒരു 2-3 പൊളിറ്റിൻ ഇതിൽ ഇട്ട് വെച്ചാൽ, ഉറവിൽ ഇട്ട് വെച്ചാൽ നമുക്കതിങ്ങനെ ആക്കിയിട്ട് ഇതേപോലെ മാരിനേറ്റ് ചെയ്തിട്ട് എടുത്തേക്കും. അപ്പോൾ അതിങ്ങനെ ഒരു പൊതി എടുത്തിട്ട് നമുക്ക് 2-3 ദിവസം വറുത്തെടുക്കാം. ഇന്നത്തേക്കുള്ള ഞാൻ എടുത്തതാണത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വയ്ക്കുമ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റാണ്. ചെയ്തിട്ട് നമ്മൾ അരമണിക്കൂർ വെച്ചാലൊന്നും അതിൽ ശരിക്ക് ഉപ്പും മുളക് ഒന്നും പിടിക്കില്ല. ഇത് ആയി വന്നപ്പോൾ ഞാൻ ആദ്യത്തെ പങ്ക് എടുത്ത് മാറ്റുകയാണ്. രണ്ടാമത്തെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇന്ന് ഞാനിപ്പോൾ ചൂര കറി വയ്ക്കുന്നില്ല. കാരണം എനിക്ക് വേറെ കറികളാണ്, സാമ്പാറും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കായ മെഴുക്ക് പുരട്ടി കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കറികൾ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണിത്. അപ്പോൾ അതിനുള്ളത് ഞാൻ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് തലേദിവസം എല്ലാതും മാരിനേറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ 1-2 ദിവസം ഇങ്ങനെ വയ്ക്കുകയൊക്കെ ചെയ്താൽ അവിടെ മീൻ വറുക്കുമ്പോൾ നമ്മൾ അപ്പം ചെയ്തിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ വെക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ആയി വന്നപ്പോൾ ഞാൻ മറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ എല്ലാ മീനും വറുത്തെടുക്കാം. ഇത് ഇങ്ങനെ കുറേ വറുത്തിങ്ങനെ മുരിഞ്ഞ് വളരെ ഇതാക്കരുത്. ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെയാണ് എടുക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള മീനുകൾക്ക്, മാംസമൊക്കെയുള്ള മീനുകൾക്ക് ടേസ്റ്റ് കൊടുക്കാം. എല്ലാ മീനും വറുത്ത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ വറുത്തെടുത്ത മീൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൂര വറുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.